ഓം സർവൈതത്വസി. എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. ഇന്ന് നമുക്ക് ആത്മീയ സത്സംഗ വേദിയിൽ ആത്മാനന്ദത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഗുരു ശ്രീ ശിവസായി ആത്മാനന്ദത്തിൽ, ആ ബ്രഹ്മാനന്ദത്തിൽ നിറഞ്ഞിരുന്നു കൊണ്ട് ഒരുപാട് കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, സ്തുതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ആത്മാനന്ദ സ്തുതിയുടെ കുറച്ച് വരികൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ സംഗീതാത്മകമായി പാടാനൊന്നും എനിക്കറിയില്ല, പക്ഷേ എങ്കിലും ഗുരു എഴുതിയ വരികൾ ആ ആത്മാവിൻ്റെ നിറവോടെ അതൊന്ന് ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറവുകളുണ്ടെങ്കിൽ എല്ലാം ദിവ്യാത്മാ സ്വരൂപം ക്ഷമിക്കണം. ബ്രഹ്മസ്വരൂപമേ ജഗദീശ്വര, പരമപ്രകാശമേ കരുണാമയ, എത്ര മനോഹരം നിന്റെ നാമം, എത്ര ശ്രവിച്ചാലും കൊതി തീരില്ല, എത്ര പവിത്രമാം നിന്റെ നാമം, എത്ര ജപിച്ചാലും മതി വരില്ല, നിന്നാമം മനതാരിൽ ഉരുവിടുമ്പോൾ ഹൃദയം തളിരില പോലെയാകും, അകക്കണ്ണാലെ നിന്നെ ദർശിക്കുമ്പോൾ ദേഹം കോരിത്തരിച്ചിടുന്നല്ലോ, സ്വർഗവും നരകവും നിന്നിലല്ലോ, പ്രപഞ്ചനായകൻ നീതാനല്ലോ, എപ്പോഴും നിന്നെ ഞാൻ ഓർക്കും നേരം അകതാരിൽ ആനന്ദം നിറയുമല്ലോ, ചൈതന്യമായെങ്ങും പരിലസിക്കും ആത്മസ്വരൂപനാണെൻ്റെ നാഥൻ. ഇതൊരു 36 വരികളുണ്ട്. ഇതിൽ കുറച്ച് വരികൾ മാത്രമാണ് ഞാനിവിടെ ചൊല്ലിയിട്ടുള്ളൂ. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസ്വരൂപമേ ജഗദീശ്വര, പരമപ്രകാശമേ കരുണാമയ. ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, മഹാദേവൻ അവിടുന്ന് പോലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ത്രിമൂർത്തികളും ധ്യാനിക്കുന്നത് ആ പരബ്രഹ്മമായിരിക്കുന്ന ദൈവ ചൈതന്യത്തെയാണ്. പരമമായ ആ പരമേശ്വരൻ, ശിവം, പരമാത്മാ, ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചശക്തി, ആ പരമചൈതന്യം തന്നെയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും പരാശക്തിയും. ആ മഹാശക്തി തന്നെയാണ് ഗുരു എന്ന പരബ്രഹ്മസ്വരൂപനും. കാരണം ആ പരബ്രഹ്മ ചൈതന്യത്തെ പൂർണ്ണമായി അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ആ ദേവശരീരമായി മാറും. നമ്മളൊരു നല്ല മനുഷ്യനാവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായ ആ ദേവത്വം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അത് ദേവശരീരമായി മാറും, ബ്രഹ്മ ചൈതന്യ സ്വരൂപമായി മാറും. അങ്ങനെ ഇരിക്കുന്നവർ തന്നെയാണ് ഗുരുക്കന്മാർ. അപ്പോൾ ആ ബ്രഹ്മാനന്ദ ലഹരിയിൽ ഇരിക്കുമ്പോൾ ധ്യാനാത്മകമായി എഴുതുന്ന സ്തുതികളാണ് ഇതെല്ലാം. അപ്പോൾ അതിൽ ആ ബ്രഹ്മസ്വരൂപത്തെ സർവ പാപകർമ്മങ്ങളും സർവ തെറ്റുകുറ്റങ്ങളും കർമ്മദോഷങ്ങളും ഒക്കെ ഇല്ലാതാക്കി സർവമംഗളവും സർവ അനുഗ്രഹവും നൽകുന്ന ദേവാദിദേവം ആ പരബ്രഹ്മ സ്വരൂപത്തെ, ആ ജഗദീശ്വരനെ പരമപ്രകാശമായി കണ്ടുകൊണ്ട്
ആ കരുണാസാഗരത്തെ കരുണാമയ എന്ന് സംബോധന ചെയ്യുകയാണ് ഗുരു. ഈ പ്രകാശത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരുടെയും മനുഷ്യജന്മം. അതിനാണ് നമ്മൾ ഗുരുവിലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിലും സർവ്വദേവീ ദേവഗണങ്ങളിലും ഒക്കെ നമ്മൾ ഭക്തിയാൽ ആശ്രയം കൊള്ളുന്നത്, കാണുന്നതും പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ധ്യാനിക്കുന്നതും. ഏതൊരു ഉപാസനയും ഏതൊരു സത്കർമ്മവും നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മസ്വരൂപനായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന നമ്മുടെ നാഥനെ അനുഭവിക്കാനാണ്. അപ്പോൾ ആ സൗന്ദര്യം കുറച്ചെങ്കിലും ഒരു തുള്ളിയെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ശബ്ദം, ആ ബ്രഹ്മസ്വരൂപമേ എന്ന ശബ്ദം എത്ര മനോഹരമായിട്ടാണ്. നമുക്കത് എത്ര കേട്ടാലും കൊതി തീരില്ല, എത്ര ജപിച്ചാലും മതി വരില്ല. അത്രയ്ക്കും പവിത്രവും പരിശുദ്ധവും സ്നേഹവും ആനന്ദവും എല്ലാം നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന ശബ്ദമാണ്, വാക്കുകളാണ് ആ ചൈതന്യ ശക്തിയുടെ, അല്ലേ? അപ്പോൾ എന്താണ് നമ്മളുടെ നാം എന്ന ഈ ഉപകരണത്തിൻ്റെ ബോധവും ബുദ്ധിയും ഒക്കെ ശുദ്ധമാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം തളിരില പോലെയാകുന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. തളിരിലയുടെ പ്രത്യേകത അറിയാലോ, എത്രയോ സോഫ്റ്റ് ആയിരിക്കും, അല്ലേ? നമ്മുടെ ഹൃദയം എന്താ പറയുക പവിത്രമായ പ്രേമം കൊണ്ടൊക്കെ തരളിതമാകുന്ന ഒരവസ്ഥയാണ്, അല്ലേ? പിന്നെ അകക്കണ്ണാലെ ദർശിക്കുമ്പോൾ ദേഹമൊക്കെ നമ്മളുടെ കൊരുതിരിക്കും. ശരിക്കും നമുക്ക് ഇത് അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ബാഹ്യമായി നമ്മളുടെ വരികളിലൂടെ നമ്മൾ ധ്യാനാത്മകമായി ധ്യാനത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്, അല്ലേ? ബയോളജിക്കൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതിലൊരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രമാണ് ആകെ കൂരിത്തരിച്ചുകൊണ്ട് അകവും പുറവും നമ്മുടെ ശരീരം ഒരു വല്ലാത്ത ആനന്ദാവസ്ഥയിലായി പോകും. സ്വർഗവും നരകവും നിന്നിലല്ലോ പ്രപഞ്ചനായകൻ നീതാനല്ലോ. പ്രപഞ്ചനായകനായിരിക്കുന്ന അവിടത്തേതിലാണ് എല്ലാം ഇരിക്കുന്നത്, സ്വർഗമായാലും നരകമായാലും സായുജ്യമായാലും എല്ലാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വിവേചന ശക്തി വേണം, വിവേകം വേണം, അല്ലേ? എല്ലാം തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ബോധവും ഭക്തിയും ഒക്കെ തരുന്നത് ആ മഹാശക്തി തന്നെയാണ്, ആ വിശ്വശക്തി തന്നെയാണ്. ഗുരുക്കന്മാർ, ഇപ്പോൾ എൻ്റെ ഗുരു ശ്രീ ശിവസായി ഈ വരികൾ എഴുതിയിരിക്കുന്നത് ഗുരു കണ്ട ആ പരമമായ മുക്തി, ആ ആനന്ദ അവസ്ഥ അവർണ്ണനീയമാണ്. അത് എൻ്റെ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി വിവരിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവനും, ഈ ബ്രഹ്മസ്വരൂപം മുഴുവനും, ആ പ്രപഞ്ചശക്തിയെ മുഴുവനും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ചെറിയ വരികളിലൂടെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ വാക്കുകളിലൂടെ വിശദീകരിക്കാൻ സാധിക്കുക? അതൊന്നും സാധിക്കില്ല. എങ്കിലും എനിക്കൊരു സന്തോഷം ഇങ്ങനെ ആ വരികളെടുത്ത് പറയാനായിട്ട്. അത് ഒരുപാട് മുഴുവനായിട്ടൊന്നും എനിക്ക് വിശദീകരിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ആ ഗുരുവിൻ്റെ വരികളിലൂടെ കാണുന്ന സൗന്ദര്യം, സൗരഭ്യം, കുറച്ചായാലും നമുക്ക് നല്ല നല്ല ധ്യാനത്തിലൂടെ ലഭിച്ച ജ്ഞാനം, ഗുരു നൽകിയ ഈശ്വരജ്ഞാനം, സത്യജ്ഞാനം, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ധ്യാനാത്മകമായി ഒരു ദിവ്യയാത്രയായി സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അറിവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നു എന്ന് മാത്രം. സത്സംഗം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, നമുക്ക് പങ്കുവയ്ക്കുക. അപ്പോൾ ആ വരികൾ എടുത്തിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ ഒരു സന്തോഷമാണ് ഗുരുവിൻ്റെ വരികൾ. അല്ലാതെ ഗുരു അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു മഹാശക്തിവിശേഷം, സൗന്ദര്യവിശേഷം, ആ മഹാചൈതന്യ സാഗരത്തെ പൂർണ്ണമായൊന്നും വിവരിക്കാൻ സാധിക്കില്ല കേട്ടോ. എപ്പോഴും നിന്നെ ഞാൻ ഓർക്കുന്നേരം അകതാരിൽ ആനന്ദം നിറയുമല്ലോ. ഈ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാഗത്ത് ഭൗതികമായ ജീവിതമുണ്ട്, അല്ലേ? അത് ആത്മാവിൽ അധിഷ്ഠിതം തന്നെയാണ്. ഒന്നും ഇവിടെ
ആത്മാവില്ലാതെ ഒന്നും നടക്കുന്നില്ല, ഒന്നുമില്ല അവിടെ. അപ്പോൾ പക്ഷേ ഒന്ന് പുറമേക്ക് ബാഹ്യമായി നമ്മളൊന്നും വേർതിരിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദം മാത്രമാണ് ഭൗതിക ജീവിതം, ആത്മീയ ജീവിതം എന്ന്. പക്ഷെ ആ പരമാത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആത്മതത്വം മനനം ചെയ്ത് അതിനെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേറെ ഇല്ല. പക്ഷേ എങ്കിലും ഒരു ശൈലി വ്യത്യാസമാണ്. അപ്പോൾ ഈ സുഖങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് കാണുന്ന ഭൗതികമായ സുഖങ്ങളുണ്ട്. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്ത് ഒരു മറ്റ് വ്യക്തികളെയും മറ്റ് ഒന്നിനെയും ആശ്രയിക്കാതെ സ്വന്തം അന്തരംഗത്തിൽ അകതാരിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ പരമമായ ആനന്ദ അവസ്ഥ, അതിനപ്പുറം ഒരു തവണ നമ്മൾ അല്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ജ്ഞാനാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും അതിനോടൊപ്പം ഇല്ല. അപ്പോൾ വാക്കുകളിൽ ഒതുങ്ങാത്ത ആ പരമാനന്ദത്തെ കുറച്ചെങ്കിലുമൊക്കെ നമുക്കും അനുഭവിക്കാൻ പരിശ്രമിക്കുക. അതിനാണ് നമുക്ക് ധ്യാനവും ജ്ഞാനവും ഭക്തിയുമെല്ലാം വേണ്ടത്. അതുപോലെ ചൈതന്യമായിങ്ങും പരിലസിക്കും ആത്മസ്വരൂപനാണെൻ്റെ നാഥൻ. നമ്മളെന്താ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയതമനെ, നമ്മുടെ പ്രാണേശ്വരനെ, പ്രാണൻ്റെ പ്രാണനായ ജീവൻ്റെ ജീവനായിരിക്കുന്ന ആ ആത്മാവിൻ്റെ ആത്മാവായിരിക്കുന്ന ആ പരബ്രഹ്മമാണ് നമ്മുടെ എല്ലാം നാഥൻ. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് അല്ലേ. അത് ഈ പരമചൈതന്യമായി ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ആ പ്രിയപ്പെട്ട നാഥനോടൊപ്പം നമ്മൾ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അതിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അത് നമുക്ക് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും മറ്റു പല വിഷയങ്ങളുണ്ടെങ്കിലും തന്നെ നമുക്ക് തനിയെ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി നമ്മുടെ നാഥനോടൊപ്പം, ആ നാഥൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രാണനോടൊപ്പമാണ് അല്ലേ, പ്രാണനിലൂടെയാണ്. ആ പ്രേമവും സ്നേഹവും ഒക്കെ നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രാണൻ്റെ പ്രാണനിലൂടെയാണ്. അതിനുവേണ്ടി ആ പ്രാണൻ്റെ പ്രാണനിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആ നാഥനോടൊപ്പം നമുക്ക് ഇരിക്കാം. അതിനുവേണ്ടി നമുക്ക് ജീവിതത്തിൽ സമയം നീക്കിവെക്കണം. അത് ഇന്ന് നമ്മൾ നീക്കിവെച്ചില്ലെങ്കിൽ നമുക്ക് അത് ഒരുപാട് മിസ് ചെയ്യും. നമ്മുടെ ഈ ജന്മം വൃഥാവിലായി എന്ന് നമുക്ക് ഒരിക്കൽ തോന്നും. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മളുടെ വാർദ്ധക്യം അവശ നിലയിലാവുന്നതിന് മുന്നേ നമുക്ക് പലയിടത്തും പോകാൻ സാധിക്കും. പലയിടത്തും പല ക്ഷേത്രങ്ങളിലായാലും തീർത്ഥാടനമായാലും പല കാര്യങ്ങളിലും നമ്മുടെ ഗുരുവിൻ്റെ അടുത്തായാലും ഗുരുവിലായാലും മറ്റു പല സ്ഥലങ്ങളിലും പോയി നമുക്ക് അതിലൊക്കെ ആ ബ്രഹ്മസ്വരൂപം ദർശിക്കാനും നമുക്ക് സന്തോഷിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യുക? അപ്പോഴാണ് ഇവിടെ എല്ലാവരും ഒരുവിധ പ്രായം കഴിഞ്ഞാൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എല്ലാവർക്കും ഭക്തി പോലും വിട്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അവർ നല്ല കാലത്ത് ഭഗവാനെ വിളിച്ച് എല്ലാ അമ്പലങ്ങളിലും പോയി പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. ഭജന ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു ഭക്തി. പക്ഷെ അതല്ല ശരിയായ ഭക്തി. അത് ഭക്തിയാണ് അല്ല എന്ന് ഞാൻ വിമർശിക്കുകയൊന്നുമല്ല. പക്ഷേ ആയ സമയത്ത് നല്ല പ്രായത്ത് തന്നെ നമ്മുടെ ഉള്ളിലെ ദൈവത്തെ, നമ്മുടെ ഉള്ളിലെ ആ പരാശക്തിയെ, നമ്മുടെ ഉള്ളിലെ ആ പരബ്രഹ്മത്തെ കണ്ട് ആസ്വദിക്കാനും ആ മഹാശക്തിയോടൊപ്പം ആ നാഥനോടൊപ്പം ഇരിക്കാൻ, ആ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ പഠിക്കണം.
അതിനാണ് നമ്മൾ ധ്യാനം ശീലിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിടത്തും പോവാൻ ബാഹ്യമായ ഒരു പക്ഷേ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ, സാധിച്ചില്ലെങ്കിലും നമ്മൾ ആരോടൊപ്പമാണ് ഇരിക്കുന്നത്, ആരുടെ കൂടെയാണ് നമ്മൾ എപ്പോഴും ആ കണക്ഷൻ, ആ കണക്റ്റഡായിട്ട് ലയിച്ച് ആനന്ദം നുകർന്നുകൊണ്ട് ഇരിക്കാൻ നമ്മൾ പഠിക്കണം. നല്ല സമയത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഒരു നഷ്ടബോധം നമ്മളുടെ പ്രായമാകുമ്പോൾ വരില്ല. കാരണം ഒരിക്കലും നഷ്ടപ്പെടാത്ത നാം ഈ ശരീരം വിട്ടു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഒരു സമ്പത്ത് ആർജിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് എന്തിനാണ് വിഷമം? അപ്പോൾ നമുക്കൊരു അസംതൃപ്തിയില്ല, ആരോടും ഒരു വിഷമം ഇല്ല. ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നമുക്ക് കുടുംബത്തിലും മറ്റുള്ളവർക്കും മക്കൾക്കും മറ്റ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യണം. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരിലിരിക്കുന്നതൊക്കെ ആ പരമാത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ധർമ്മം ചെയ്യുക. പക്ഷെ ഒപ്പം തന്നെ നമ്മൾ ആരുടെ മനസ്സിനും വേർതിരിച്ചറിവില്ലാത്ത മനസ്സുകൾക്ക് അടിമയാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആർജിക്കുന്ന ഈ ധ്യാനത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും ദൈവ അനുഭവത്തിലൂടെയും ദൈവ അവബോധത്തിലൂടെയും ഒക്കെ ഗുരു കൃപയോടെ നമുക്ക് ലഭിക്കുന്ന ഈ സമ്പത്ത് നമ്മൾ തന്നെ പരിശ്രമിച്ച് പണിയെടുത്ത് നേടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ പരിശ്രമം അതിന് മാത്രം സമയം കണ്ടെത്താതെ പിന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രാവും പകലുമില്ലാതെ സമയം കണ്ടെത്തി അധ്വാനിച്ച് അവസാനം ഈ ഉപകരണം കേടാകുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ആസ്വദിക്കാനും ആനന്ദിക്കാനും സന്തോഷത്തോടു കൂടി ഈ ശരീരം വിട്ട് നമുക്ക് പോകാനും നമുക്ക് സാധിക്കില്ല. ഒരുപാട് അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാവും ചെയ്യും കൂടെ നിൽക്കുന്നവരോട്. അത് പക്ഷേ ഒരു സമയമാകുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരുപാട് പ്രായം കഴിഞ്ഞിങ്ങനെ അവശനിലയിൽ കിടക്കുമ്പോൾ സ്വന്തം അച്ഛനമ്മയായാലും അവർ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വഴിപാടുകൾ ചെയ്യുന്നവരാണ് മക്കളെല്ലാവരും. അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. സ്നേഹമില്ലാതല്ല അത്, പക്ഷേ അതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണണം. അപ്പോൾ നമുക്ക് ആ നമ്മുടെ നാഥനോടൊപ്പം ഇരിക്കാൻ, നമ്മുടെ സ്വന്തം ആത്മസ്വരൂപനോടൊപ്പം ഇരുന്നു കൊണ്ട് ആ സ്നേഹം പങ്കിട്ടുകൊണ്ട് കുറച്ച് സമയം നമുക്ക് അതിൽ രമിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ആ അന്തരംഗത്തിൽ നിന്നും വരുന്ന അവിടുത്തെ സ്നേഹവും സ്വരവും കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ദിവ്യമായ ജീവിതയാത്ര തുടരാം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും വളരെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി തന്നെ നമുക്ക് ചെയ്തു തീർക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ബ്രഹ്മസ്വരൂപനെ, ആ ജഗദീശ്വരനെ നമ്മുടെ അന്തരംഗത്തിൽ കണ്ടുകൊണ്ടും പുറമേ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടും ആ ഗുരുപാദങ്ങളെ വണങ്ങിക്കൊണ്ടും നമ്മുടെ ജീവിതയാത്ര തുടരാം. സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ. ഗുരുപാദങ്ങളിൽ നന്ദിയും പ്രണാമവും.